അമേരിക്കക്കാർ കയറി നിറങ്ങിയ സ്ഥലമാണ് വിയറ്റ്നാം. വിയറ്റ്നാമുകാരിപ്പോ മുഴുവൻ അമേരിക്കൻ തരംഗത്തിന്റെ പിന്നിലാണ്. അവർക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ പഴയ ഇതേ കണക്കുള്ള വെറുപ്പൊന്നുമില്ല. ഞാൻ പല അവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. പുതിയ തലമുറ അമേരിക്ക അന്നങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരും ടണൽ കുഴിച്ചവരാണ്. വിയറ്റ്നാമിലുള്ള ജനങ്ങളും അമേരിക്കക്കെതിരെ ടണൽ കുഴിച്ചവരാണ്. ഇന്ന് അമേരിക്ക വിയറ്റ്നാമിന്റെ നല്ലൊരു പാർട്ണറുമാണ്. അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന്റെ അവസാനം ജപ്പാനെ തകർത്താണ് അമേരിക്ക, ഹിരോഷിമയിലും നാഗസാക്കിയിലും. അതിനുശേഷം നമ്മൾ കാണുന്നത് ജപ്പാന്റെ ഏറ്റവും നല്ല പാർട്ണറായിട്ട് അമേരിക്ക മാറുന്നു. ഇന്ന് ഒരു ജപ്പാനീസ് എന്നോട് വിളിച്ചു ചോദിക്കുക അമേരിക്കയെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നങ്ങനെ സംഭവിച്ചു, പക്ഷെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ മറക്കാനും പൊറുക്കാനുമുള്ള ഒരു ബോധവും ബോധ്യവുമാണ് ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അത് ഈ പുസ്തകം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ലത്. അതാണ് പ്രശ്നം. ഈ ജൂതന്മാർക്കെതിരെ ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ജൂതന്മാരെ വേട്ടയാടി. എവിടെ പോയാലും ജൂതന്മാരെ വേട്ടയാടുകയായിരുന്നു. പക്ഷെ അത്രയ്ക്ക് വൈരം ഉണ്ടായിരുന്ന രണ്ട് സമുദായങ്ങൾ തമ്മിൽ ചരിത്രത്തിന്റെ ഏതോ ഒരു ദശാസന്ധിയിൽ അവർ തമ്മിൽ റെക്കൺസൈൽ ചെയ്യുന്നു. അവർ സമന്വയത്തിലേക്ക് പോകുന്നു, തിരിച്ചറിവിലേക്ക് പോകുന്നു. അതുകൊണ്ട് രണ്ടു കൂട്ടർക്ക് നല്ല ഇന്ന് ജൂതനും ക്രിസ്ത്യാനിയും തമ്മിലടിക്കുന്നില്ല. അവർ ഒരുമിച്ച് പോകുന്നു. അമേരിക്ക പോലെ ഒരു രാജ്യം, രണ്ടുപേരുടെ സഹകരണത്തിന്റെ ഫലമല്ലേ. പല രാജ്യങ്ങളും നോക്കുക, പരസ്പരം കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള അവസ്ഥ. അതാണ് ഈ കലരൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന മതസാഹിത്യം കലരലിന് എതിരാണ്. എല്ലാ ജൂതന്മാരെയും അറേബ്യക്ക് പുറത്തേക്ക് ഞാൻ അടിച്ചു കളയുമെന്നാണ് മുഹമ്മദ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മുഹമ്മദ് അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ഇതേ സാധനം കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജൂതനെ എങ്ങനെയാണ് വെറുക്കാതിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ജൂതവിരോധവും ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഇവിടെ ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്.